ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കട്ടിങ് നൈറ്റിയുടെ 3 പീസ് കട്ടിങ് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കട്ടിങ് നൈറ്റി 3 പീസിൻ്റെ കട്ടിങ് നൈറ്റി എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതേപോലെ ഞാൻ 3 പീസ് കട്ടിങ് ആണല്ലോ. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കഷ്ണങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ വെട്ടി വെച്ചിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സെൻറ്ററിൽ ഈ കഴുത്തിൻ്റെ ഈ വശം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു പീസ് ഞാൻ വെച്ചിട്ട് നല്ല വശം ഇതേപോലെ ഉൾഭാഗത്തേക്കാക്കിയിട്ട് ആണ് ഉൾവശം പുറം ഭാഗത്തേക്കും ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഴുത്തിൻ്റെ ഈ ഒരു വശത്തേക്കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ കഴുത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കഴുത്തിൻ്റെ ഇതേപോലെ നമുക്കങ്ങോട്ട് ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൻ്റെ ഈ ഒരു കഴുത്തിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗത്ത് നമുക്ക് 2-3 കട്ടിങ് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഒരു കഴുത്തിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ല വശം മുകൾ ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മളിനി അടുത്തതായിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഈ കഴുത്തിൻ്റെ ഈ വശം വരുന്ന ഈ ഭാഗത്ത് കൂടി അതിൻ്റെ മുകൾ വശത്ത് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതൊരു 4 ഇഞ്ച് ഗ്യാപ്പിലായിട്ട് മുകൾ ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ അരികെ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതാകുമ്പോൾ നമുക്കൊന്നും കൂടി വൃത്തിയായിട്ടിരിക്കും, ഒരു ഫിനിഷിങ് കിട്ടുന്ന വിധത്തിൽ ഉള്ളൊരു സ്റ്റിച്ചിങ്ങാണ് കേട്ടിത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പീസ് ഞാനിപ്പോൾ അടിയിൽ ഇതിങ്ങനെ ഇതേപോലെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കതൊന്ന് ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഭംഗിയായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ആ ഒരു വശം കഴിഞ്ഞിട്ടോ നമുക്കിനി ഇതിൻ്റെ സൈഡിലുള്ള ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ കഴുത്തിൻ്റെ ഈ വശം വരുന്ന ഈ ഭാഗത്ത് നമ്മളൊരു പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു കറുത്ത പീസ് അതിന് ചേർന്നൊരു തരത്തിലുള്ളൊരു പീസാണ് വെച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഈ പീസ് ഇങ്ങനെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കുക. ഇതേപോലെ ചേർത്തി വെച്ചതിന് ശേഷം 2 വശവും ഇതേപോലെ ചേർത്തി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പീസ് നീക്കി വെക്കട്ടെ. ഇതേപോലെ ഈ കഴുത്തിൻ്റെ ഈ വശം ഇതേപോലെ നമുക്കിങ്ങനെ അങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. അതേപോലെ എന്നിട്ട് ഇവിടെ ഒരു പോയിൻ്റ് പോലെ ഉണ്ടല്ലോ, അവിടെ ഒന്ന് കുത്തി നിർത്തുക. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പോയിൻറ്റിൻ്റെ വശം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മുകൾ വശം നല്ല വശം മുകൾ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു വശവും കഴിഞ്ഞിട്ടാ.
ഇനി ഇതേപോലെ തന്നെ അടുത്ത പീസും നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്ത പീസിൻ്റെയും ഇതേപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഈ സെൻറ്ററിലൊന്ന് കുത്തി നിർത്തുക. എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സെൻറ്ററിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മറിച്ചിട്ട് നല്ല ഭാഗം മുകൾ വശത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ഇഞ്ച് അകലത്തിലാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഡബിൾ സ്റ്റിച്ച് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും. ഡബിൾ സ്റ്റിച്ച് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ലേസ് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ഒരു 1/4 ഇഞ്ച് അകലത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പീസുകൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടോ കണ്ട. ഇനിയിപ്പോൾ ഇതിന് ശേഷം ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ആ പീസിൻ്റെ സൈഡിൽ കൂടിയായിട്ട് ഞാനൊരു ലൈസ് വെച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് കിട്ടും. ഈ ലൈസ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ലൈസ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരികെ കൂടി ചേർത്ത് അടിക്കണം കേട്ടോ. ലൈസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ പീസിൻ്റെ അരികെ വശത്ത് കൂടി ചേർത്തിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ. അതെ, അടുത്ത പീസും അതേപോലെ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പോയിൻ്റ് എത്തുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് താഴേക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വശം കഴിഞ്ഞ് ഇനി നമുക്ക് സെൻറ്റർ ഭാഗത്ത് കഴുത്തിൻ്റെ മുഖത്തുണ്ട് ഇതേപോലെ കിട്ടും. സെൻറ്റർ ഭാഗത്ത് ഈ ഒരു പീസിൻ്റെ മുകൾ വശത്തും കൂടി നമ്മൾ ഈ ഒരു പൈപ്പിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ അതിൻ്റെ അരികത്തേക്ക് കൂടി വെച്ചിട്ട് ഇതേപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പീസുമ്മൽക്ക് ഇത് വെച്ചിട്ട് കറക്റ്റ് വെച്ച് നമുക്കൊന്ന് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 വശവും ഇതേപോലെ വെച്ചിട്ട് മുകൾ ഭാഗത്ത് കൂടി ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ടിലെ യോക്ക് പോർഷൻ നമുക്ക് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു കുത്തി നിർത്തിയൊരു ഭാഗമുണ്ടല്ലോ, നമ്മുടെ ആ സെൻറ്റർ ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗം ഇരിക്കണം നമ്മുടെ ഈ കഴുത്തിൻ്റെ വശം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കഴുത്തിൻ്റെ വശം കിട്ടും. അതിപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി വെച്ച് കൊടുത്ത് ഇനി അതിന് ശേഷം ഇതേപോലെ നമ്മൾ ഈ സെൻറ്റർ കുത്തിയോടെ വെച്ച് നിർത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തല്ലേ ഈ ലൈസൊക്കെ വെച്ചപ്പോൾ ആ ഒരു സെൻറ്ററായിരിക്കണം ഈ ഒരു വശത്ത് കിട്ടേണ്ടത്. കണ്ടോ, ഇതേപോലെ ചേർന്ന് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടും. കഴുത്തിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, താഴെ ഭാഗവും നോക്കണം കേട്ടോ. ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഇതുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് അടിക്കുന്നത്. ഈ ഒരു വശം നമുക്ക് കിട്ടി. ഫ്രണ്ടിലെ യോക്ക് പാർട്ട് നമുക്ക് റെഡിയായി. കഴുത്തൊക്കെ കിട്ടി. കണ്ടോ, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി ബാക്കിലെ പീസും കൂടി, ബാക്കിലെ കഴുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന്
ഇതൊന്ന് ലൈനിങ് ആയിട്ടിട്ടില്ല, നമ്മൾ കഴുത്തിൻ്റെ മറിച്ചടിച്ചതിൻ്റെ അടിവശം ഒന്ന് ക്ലിയറാക്കി കൊടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് ഷോൾഡർ വശമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുത്തിട്ട് അതിൻ്റെ കഴുത്തും കൂടി ഇതേപോലെ പൈപ്പിങ് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ക്രോസ് പീസ് വെക്കുക. ക്രോസ് പീസൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ക്രോസ് പീസ് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുക കേട്ടോ ബാക്കിലെ കഴുത്ത്. ബാക്കിലെ കഴുത്ത് ക്രോസ് പീസ് വെച്ചതിന് ശേഷം ഇതേപോലെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടാണ് ഇതുമ്മ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കറക്റ്റായിട്ട് എടുക്കുക. ഇവിടെയും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കഴുത്തിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്കൊന്ന് കഴുത്ത് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു പീസിൻ്റെ മുകൾ വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടല്ലോ, ആ ക്രോസ് പീസ് വെച്ചതിൻ്റെ മുകൾ വശത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വശം കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഈ ഫ്രണ്ടിലെ യോക്ക് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ഈ ഷോൾഡർ വന്ന വശത്തേക്കൂടി ഇതേപോലെ വെച്ചിട്ട് ഈ ബാക്കിലെ കഴുത്തിൻ്റെ ക്രോസ് പീസ് നമ്മൾ വെച്ചില്ല, അത് നമ്മളൊന്ന് ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ടിലെ യോക്ക് പാർട്ടിൻ്റെ ഭാഗത്തേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലോക്ക് പോലെ ഷോൾഡറിൻ്റെ ആ വശം കഴുത്തിൻ്റെ വശം വരുന്നിടത്ത് ലോക്ക് പോലെ ആയിക്കോളും. അപ്പോൾ അവിടെ തയ്യൽ തുമ്പ് കാണുകയില്ല. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് നിൽക്കുകയില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശവും ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ ബാക്കിലെ കഴുത്തിൻ്റെ ഒരു ക്രോസ് പീസ് ഫ്രണ്ട് വശത്തേക്ക് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഷോൾഡർ അറ്റം വരെ അടിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വശം കഴിഞ്ഞ് അതിന് ശേഷം ഈ ഒരു ഇതേപോലെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അറ്റത്തുനിന്ന് ഇതേപോലെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് തയ്ച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഈ ക്രോസ് പീസ് ഇതേപോലെ മടക്കി ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതേപോലെ വെച്ചിട്ട് ബാക്കിലെ കഴുത്ത് നമുക്ക് അടിച്ചെടുക്കാം. എന്നിട്ട് ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുക. അപ്പോൾ നമുക്ക് ബാക്കിലെ കഴുത്തും അടിച്ച് കഴിഞ്ഞ് ഷോൾഡറും അടിച്ച് ഇതേപോലെ കിട്ടിപ്പോൾ. ഇനി ഇതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഇതേപോലെ ഇവിടെ ഒന്ന് ഒരു ഇതാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പീസ് നമുക്കൊന്ന് ഇവിടെ വെറുതെ ഇപ്പോൾ കെട്ട് വെക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതേപോലൊരു പീസ് നമുക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട് അവിടെ ഒന്ന് വെറുതെ ഒരു ബട്ടൺസൊക്കെ വെച്ച് കൊടുക്കാൻ പാകത്തിലുള്ളൊരു ചെറിയ പീസ് അവിടെ ഒന്ന് തയ്ച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അത് അവിടെ ഒരു ഒഴിഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണേണ് കേട്ടോ. ഈ സെൻറ്ററിലായിട്ട് നമുക്കൊന്ന് അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു ചെറിയ പീസ് വെട്ടിയെടുത്തിട്ട്
മുകൾ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് രണ്ട് വശവും മടക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ഒന്ന്, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കെട്ട് വെക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു അങ്ങനെ ഒരു കെട്ട് വെച്ചിട്ട് അതുമൊരു ചെറിയ ഷോ ബട്ടനൊക്കെ വെച്ച് കൊടുത്ത് ഭംഗി കൂട്ടിയെടുക്കും. ഇതിപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് ഒരു പടി മോഡൽ ഇങ്ങനെ ഇതേപോലെ ഒരു ചെറിയ പീസ് വെച്ചതിന് ശേഷം അതുമ്പോൾ രണ്ട് ബട്ടൺസ് വെച്ച് കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വശം കഴിഞ്ഞ്, അപ്പോൾ അവിടെ ഒരു പീസ് വെച്ചപ്പോൾ അതൊരു ഭംഗിയായി. അവിടെ ഒഴിഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു രണ്ട് ബട്ടൺസ് ഇവിടെ വെച്ച് കൊടുത്താൽ രണ്ട് വെളുത്ത കളറിൽ രണ്ട് ബട്ടൺസ് ഇവിടെ വെച്ച് കൊടുക്കുക, നല്ല ഭംഗിയായിട്ടിരിക്കും. അതിന് ശേഷം നമുക്കിപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് സ്കേർട്ടിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്കേർട്ട് പീസിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ കൈക്കുഴിയുടെ വശം വെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗം ഒഴിക്കണം ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്തേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു 3-3.5 ഇഞ്ചോ അകലത്തിലായിരിക്കണം പ്ലീറ്റ് ഇട്ട് തുടങ്ങണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് കൈക്കുഴിയും സ്കേർട്ട് പീസിൻ്റെ ഭാഗത്ത് വെട്ടിയേക്കണ കൈക്കുഴിയും യോക്ക് പീസിൻ്റെ ഭാഗത്ത് വെട്ടിയേക്കണ കൈക്കുഴിയും കൂടി ഒന്നിച്ച് വെക്കുക. എന്നിട്ട് ഇതേപോലെ കുറച്ച് ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവരിക. എന്നിട്ടൊരു 3-3.5 ഇഞ്ച് അകലം കഴിയുമ്പോൾ നമുക്ക് പ്ലീറ്റ് ഇട്ട് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഇതിനാകുമ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ആ കട്ടിങ് വരുന്നുണ്ടല്ലോ, ആ കട്ടിങ് വരുന്ന ആ ഭാഗത്ത് നിന്ന് തുടങ്ങി പ്ലീറ്റ് ഇട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിലൊരു പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പീസിൽ പ്ലീറ്റ് വരുന്ന വിധത്തിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പ്ലീറ്റ്സ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് അധികം വലുതാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തൂല. അപ്പോൾ അതിനുള്ള പ്ലീറ്റ് കിട്ടാനുള്ള തുണി ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് 2.90 മെറ്റീരിയലാണ് നമ്മൾ എടുത്തേക്കണം. അതിനുള്ള വീതിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്റ്റായിട്ട് എത്തിക്കോളൂ കേട്ടോ. നമുക്ക് ഇതേപോലെ ഈ സെൻറ്റർ, അപ്പോൾ ഈ ഒരു പടി നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല, ആ ഭാഗത്തായിരിക്കണം ഈ സ്കേർട്ട് പീസിൻ്റെ സെൻറ്റർ കേട്ടോ. നമ്മളവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ മനസ്സിലാകാനായിട്ട്. ഇതേപോലെ ആ ഒരു 3 പീസ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്ററിലൊരു കട്ടിങ് വരുന്നുണ്ടല്ലോ, ആ കട്ടിങ്ങിൻ്റെ മുകൾ ഭാഗത്തായിട്ടായിരിക്കണം കേട്ടോ. ആ കട്ടിങ് വരുന്ന ഭാഗത്തായിരിക്കണം പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ കൈക്കുഴി വരെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ആ ഫ്രണ്ടിലെ ഭാഗം കഴിഞ്ഞിട്ടാ ഇതേപോലെ പ്ലീറ്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കൂടി നമുക്ക് നല്ല ഭാഗം മുകളിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾക്കൊന്ന് ഈ യോക്ക് പീസിൻ്റെ ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് അതവിടെ നല്ല പതിഞ്ഞ് ഫിനിഷിങ് ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നല്ല വശം വെച്ചിട്ട് ഈ യോക്ക് പീസ് വരുന്ന യോക്ക് പീസിൻ്റെ മുകളിൽ കൂടി ആയിരിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ യോക്ക് പീസിൻ്റെ മുകൾ ഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു വശം കഴിഞ്ഞിന് അടുത്തത് ബാക്കിലെ യോക്ക് പാർട്ടുമ്പോൾ നമുക്ക് സ്കേർട്ട് പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. അതും അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൈക്കുഴി വരുന്ന വശത്തേക്ക് കൂടി വെച്ച് കൊടുക്കുക.
സ്കേർട്ട് പീസിൻ്റെയും യോക്ക് പീസിൻ്റെയും കൈക്കുഴി നമ്മൾ വെട്ടിയിട്ടുള്ള ആ ഭാഗത്ത് കൂടി വെച്ച് കൊടുത്ത് ഒരു 3-3.5 ഇഞ്ച് അകലം കഴിയുമ്പോൾ നമ്മൾ പ്ലീറ്റ് ഇട്ട് തുടങ്ങുക. ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കണം, എന്നാലാണ് അത് തികയുള്ളൂ. ഇതേപോലെ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കൈ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്തവരൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറുക്കിലി അതുപോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഒന്ന് പ്ലീറ്റ്സ് ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് ഇട്ട് എടുക്കാൻ പറ്റുന്നവർ വേഗം വേഗം കൈ വെച്ച് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ചെറിയ പ്ലീറ്റ്സുകളല്ലേ നമ്മൾ ഷെമ്മീസ് പെറ്റിക്കോട്ടൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ പെറ്റിക്കോട്ടൊക്കെ അടിക്കുമ്പോൾ ചെറിയ പ്ലീറ്റ്സുകളൊക്കെ ഇടൂലേ, അതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇടുക. ഇനി നല്ല വശം മറിച്ച് വെച്ചിട്ട് ആ യോക്ക് പാർട്ടിൻ്റെ മുകളിൽ കൂടി രണ്ടാമതൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെന്ന് വെച്ചാൽ നല്ല ഫിനിഷിങ് ആയിട്ട് അവിടെ ഇരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വശവും കഴിഞ്ഞ് ഇനി അതിന് ശേഷം നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഈ ഷോൾഡർ നമ്മൾ ഇവിടെ തയ്ച്ചിട്ടുണ്ട് ആ ഭാഗത്ത് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ എൻ്റെ സ്ലീവിൻ്റെ സെൻറ്റർ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. അത് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന വിധത്തിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ താഴേക്ക് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ഈ സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഇതേപോലെ എടുക്കുക. ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ താഴേക്ക് ഇപ്പുറത്തെ വശവും തയ്ച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. കൈ നേരെ ഒന്നിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ വലിച്ചിലായിട്ട് ഇരിക്കും, കൈ പിരിഞ്ഞ് പോകും, അപ്പോൾ വൃത്തിയായിട്ട് ഇരിക്കില്ല കേട്ടോ. അപ്പം ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ വശവും തയ്ച്ചെടുക്കുക. സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഇനി ഇപ്പുറത്തെ വശം തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഒരു വശം നമ്മൾ കൈ വെച്ച് കഴിഞ്ഞ് ഇനി അടുത്ത വശം കേട്ടോ. അതും ഇതേപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വെക്കുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 2 പീസും കൂടി ചേർത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് താഴേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വശം കഴിഞ്ഞ് അത് കഴിഞ്ഞ് സെൻറ്ററിൽ നിന്ന് തന്നെ ഇപ്പുറത്തെ വശത്തേക്കും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സെൻറ്ററിൽ നിന്ന് തന്നെ താഴേക്ക് കേട്ടോ. 2 വശത്തേ കൂടി ആയിട്ട് വേണം കേട്ടോ. ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൈ വലിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് ഇനി അതിന് ശേഷം നമുക്ക് 2 സൈഡും കൂട്ടി യോജിപ്പിക്കാം. അതിന് സ്ലീവിൻ്റെ വശം എടുക്കുക. സ്ലീവ് രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് പിടിക്കുക. എന്നിട്ട് ഈ കൈക്കുഴി രണ്ടും ഒന്നിച്ച് വരുന്ന വിധത്തിൽ നമ്മളൊന്ന് പിടിച്ചിട്ട് സ്ലീവിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം താഴേക്ക് നമ്മുടെ കൈക്കുഴി വരുന്ന ആ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് അകലം മതി കേട്ടോ നമുക്ക് തയ്യൽ തുമ്പ്.
ഇത് ചുരിദാർ കട്ടിങ് അല്ലല്ലോ, അത് പ്ലീറ്റ് ഇട്ടിട്ടുള്ള നൈറ്റി ആയതുകൊണ്ട് ലൂസായിട്ട് തന്നെ കിടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഷേപ്പ് അനുസരിച്ചല്ല ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് അകലത്തിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി അധികം ലൂസ് വേണ്ടാത്ത ആളുകളാണെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടി കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 1/2 ഇഞ്ച് അകലത്തിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. താഴെ കൊടുത്ത് ആ സൈഡ് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവിൻ്റെ ആ ഭാഗം തുടങ്ങി കൈക്കുഴി നേരെ കറക്റ്റായിട്ട് പിടിക്കുക, എന്നിട്ട് വെക്കുക. ഇതേപോലെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൈയിൻ്റെ താഴെ വണ്ണം എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. 1/2 ഇഞ്ച് അകലത്തിൽ കൈക്കുഴിയുടെ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡും കറക്റ്റായിട്ട് പിടിച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഭാഗവും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റി സ്റ്റിച്ചിങ് കഴിഞ്ഞ്. ഈ ഒരു സൈഡും കൂടി അടിച്ച് കഴിഞ്ഞ് ഇനി താഴെ നമ്മൾ ഒരു മടക്കിയപ്പോൾ ഇത് ഇവിടെ ഒന്ന് കുറച്ച് കൂടുതലായിട്ട് ഇരിക്കുന്നത്, അപ്പോൾ നമ്മളവിടെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. അതിന് ശേഷം ഇതേപോലെ 1/4 ഇഞ്ച് ആദ്യം മടക്കുക, ഒന്നും കൂടി ഒരു 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ കൂടുതൽ മടക്കി തയ്ക്കണമെന്ന് ആവശ്യമുള്ള ആൾക്കാർ, ആഗ്രഹമുള്ളവർ അതനുസരിച്ച് ലെങ്ത്ത് കൂടുതലെടുക്കുക. അത് ഇറക്കം ഹൈറ്റ് കുറവുള്ളവർക്ക് മാത്രമാണ് ഇതിൽ തുണി അത്യാവശ്യം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റായിരിക്കുള്ളൂ. അധികം തുണി ഒട്ടും ഇതിൽ നിന്ന് വേസ്റ്റ് പോകില്ല. അത്രയും കറക്റ്റായിട്ടുള്ളൊരു നൈറ്റി പീസാണ് 290-ൻ്റെ. 320 ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത്യാവശ്യം നല്ല കുറച്ചും കൂടി തുണി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഒന്നും കൂടി ലാവിഷായിട്ട് അടിക്കുക. ഇതിപ്പോൾ ഇതേപോലെ ഈ ഒരു സൈഡും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. കാലിഞ്ച് വെച്ച് ആദ്യം 4 ഇഞ്ച് വെച്ച് മടക്കുക, പിന്നെ ഒന്നും കൂടി 4 ഇഞ്ച് വെച്ച് മടക്കി 2 പ്രാവശ്യം മടക്കിയിട്ട് നൈറ്റിയുടെ അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വശം കഴിഞ്ഞ് നമ്മുടെ നൈറ്റി ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. പെട്ടെന്ന് തന്നെ കട്ടിങ്ങാണ് കുറച്ചും കൂടി നമുക്കൊരു ഇതായിട്ട് തോന്നണത്. സ്റ്റിച്ചിങ് നമുക്ക് പെട്ടെന്ന് കഴിയും. കറക്റ്റ് സൈസിനൊക്കെ വെട്ടിയെടുക്കുന്നവർക്കാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് വെട്ടിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് നമുക്ക് കഴിയും കേട്ടോ. അപ്പം ഇതേപോലെ നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കുള്ളൂ അധികം ബുദ്ധിമുട്ട് തോന്നണേ. നമുക്ക് കുറേ പ്രാവശ്യം ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നണ ഒരു
മെത്തേഡാണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടും നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ലേസൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക, നന്നായിട്ട് മനസ്സിലാക്കുക. 3-4 പ്രാവശ്യമൊക്കെ കണ്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. പഴയ തുണിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് അറിയാത്തവർക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ 3-4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിന് നമുക്ക് ഐഡിയ കിട്ടും. നമ്മൾ ഓരോ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഓരോ ഐഡിയാസ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിന്നെയും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.